ഐക്കൺ ഓഫ് ഓസ്ട്രേലിയ ആയ ഒപ്ര ഹൗസ് എത്താൻ ഇനി അറൌണ്ട് 10 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ട്രെയിനും ബസ്സും ട്രാമും ഒക്കെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഓടുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, പോരഞ്ഞിട്ട് നല്ല വൃത്തിയും. സിറ്റി ആയിട്ട് കൂടെ എങ്ങും നല്ല പച്ചപ്പിലുമാണ്. അവിടെ ഇവിടെയായി ഇതുപോലെ ട്രഡീഷണൽ സ്റ്റൈലിലെ ടെലിഫോൺസ് വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് വിളിക്കാം കേട്ടോ. ഇത് കണ്ടോ ചെടി നട്ടേക്കുന്നത്. ബാംഗ്ലൂരിലൊക്കെ ഇത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പശുക്കൾ വന്ന് തിന്നുകൊണ്ട് പോകാതെ കാത്തു സൂക്ഷിക്കാം. ബിൽഡിങ്സും ബ്രിഡ്ജും ഒക്കെ ട്രഡീഷണൽ സ്റ്റൈലിൽ വലിയ ആർക്ക് വെച്ചിട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. പാരീസിലൊക്കെ കണ്ട പോലത്തെ ബസ് സിറ്റി ടൂറിന് വേണ്ടിയാണിത്. സിഡ്നി മാരത്തോൺ നടക്കുന്നതുകൊണ്ട് റോഡ് അവിടെയായി ക്ലോസ് ചെയ്തിട്ടുണ്ട്. വലിയ ബസ് ക്രോസ് ചെയ്തിട്ടാണ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് സാക്സഫോൺ വായിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഒന്നിരുന്ന് കേട്ട് ആസ്വദിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. കുറച്ചു നേരം മാരത്തോണൊക്കെ ഒന്ന് നോക്കി നിന്നു. എല്ലാവരും ഭയങ്കര എനർജറ്റിക്കും ഹാപ്പിയുമാണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള ഹാർബറിലാണ് ഓപ്ര ഹൗസും മറ്റേ ബ്രിഡ്ജും ഉള്ളത്. സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. നല്ല പച്ച കളറുള്ള വെള്ളമാണ് ഇവിടുത്തെ സീക്ക്. ടാസ്മൻ സീ എന്നാണ് പറയുന്നത്. ദൂരെ സിഡ്നി ഹാർബർ ബ്രിഡ്ജും കാണാം. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. തണുപ്പും വെയിലും ബോട്ടുകളുടെ സൗണ്ടും ഹോൺ മുഴക്കുന്നതും ആൾക്കാർ ചില്ല് ചെയ്യുന്നതും ഒക്കെയാണ് ഇവിടെ ആകെ മൊത്തമുള്ള ഒരു വൈബ്. ഞാൻ ഓപ്ര ഹൗസിലോട്ട് നടക്കുവാണ്. കാര്യമായ തിരക്കുണ്ട്. നമ്മളൊക്കെ ഒപ്പേറ ഹൗസ് എന്നാണ് പണ്ടൊക്കെ വിളിച്ചിരുന്നത് അല്ലേ? ഓപ്ര ഹൗസ് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. നമ്മുടെ ലോട്ടസ് ടെമ്പിളുമായിട്ട് നല്ല സാമ്യമുണ്ട് ഇതിന്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന ഇത് പലതരം പെർഫോമൻസുകൾ നടക്കുന്ന ഒരു വെന്യൂ കൂടെയാണിത്. 10 മില്യൺ ആൾക്കാർ വർഷം ഇത് കാണാൻ വരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ ഹിസ്റ്ററിയും സ്റ്റോറീസും ഒക്കെയായി ഞാൻ പിന്നീട് വരാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്.